Hi my dear ones, welcome to CSCB Ranker, your one-stop channel for cracking CSCB exams in Kerala. Section 29 ആണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ഇന്ന് നമുക്ക് അതിലെ ക്വസ്റ്റ്യൻസ് നോക്കാം. Section 29 subsection 1ലെ ക്വസ്റ്റ്യൻസ് നോക്കാം. Question number 1. Within how many months from the close of the financial year should an annual general meeting be held? Answer: within 6 months. ഫിനാൻഷ്യൽ ഇയർ കഴിഞ്ഞിട്ട് എത്ര നാളുകൾക്കുള്ളിലാണ് ആനുവൽ ജനറൽ ബോഡി മീറ്റിംഗ് നടത്തേണ്ടത്? 6 മാസത്തിനുള്ളിലാണ്. ഫിനാൻഷ്യൽ ഇയർ ക്ലോസ് ചെയ്ത് 6 മാസത്തിനുള്ളിൽ ആനുവൽ ജനറൽ ബോഡി മീറ്റിംഗ് വിളിച്ചു കൂട്ടേണ്ടതാണ്. Question number 2. Which section of the Act deals with the annual general body meeting? Answer: Section 29. ആനുവൽ ജനറൽ ബോഡി മീറ്റിങ്ങിനെ കുറിച്ച് പറയുന്ന സെക്ഷൻ ഏതാണ്? സെക്ഷൻ 29. Question number 3. What is the purpose of approving the budget in annual general body meeting? Answer: to approve the budget with reference to the program of activities for the ensuing year. ആനുവൽ ജനറൽ ബോഡി മീറ്റിങ്ങിൽ ബഡ്ജറ്റ് അപ്രൂവ് ചെയ്യുന്നതിൻ്റെ പർപ്പസ് എന്താണ്? വരാൻ പോകുന്ന വർഷത്തെ പ്രവർത്തന പരിപാടിയെ അടിസ്ഥാനമാക്കി ബഡ്ജറ്റ് അംഗീകരിക്കുക. നെക്സ്റ്റ് അടുത്ത സെക്ഷനായിട്ട് നമുക്ക് സെക്ഷൻ 29 സബ്സെക്ഷൻ 2 പഠിക്കാം. The registrar or any person deputed by him and the director of cooperative audit or any person deputed by him may have the right to attend in the committee and in the general body meeting of any society. സെക്ഷൻ 29 സബ്സെക്ഷൻ 2 പറയുന്നു, രജിസ്ട്രാറോ അല്ലെങ്കിൽ അദ്ദേഹം ചുമതലപ്പെടുത്തിയിരിക്കുന്നയാളോ അല്ലെങ്കിൽ ഡയറക്ടർ ഓഫ് കോഓപ്പറേറ്റീവ് ഓഡിറ്റോ അല്ലെങ്കിൽ അദ്ദേഹം ആളുകൾക്കോ ഒരു സൊസൈറ്റിയുടെ കമ്മിറ്റി മീറ്റിങ്ങിൽ പങ്കെടുക്കാനുള്ള അധികാരവും അല്ലെങ്കിൽ ജനറൽ ബോഡി മീറ്റിങ്ങിൽ പങ്കെടുക്കാനുള്ള അധികാരവും ഉണ്ടായിരിക്കും. നെക്സ്റ്റ് സെക്ഷൻ 29 സബ്സെക്ഷൻ 3. Where the board of a cooperative society fails to convene the annual general meeting within the period specified in subsection 1, the registrar or the person authorized by him in this behalf shall be competent to convene such annual general meeting within a period of 90 days from the date of expiry of the period mentioned in subsection 1, and the expenditure incurred on such meeting shall be borne by the cooperative society. സെക്ഷൻ 29 സബ്സെക്ഷൻ 3 പറയുന്നു, നമ്മൾ പഠിച്ചിരുന്നു സബ്സെക്ഷൻ 1 പ്രകാരം ഫിനാൻഷ്യൽ ഇയർ കഴിഞ്ഞ് 6 മാസത്തിനുള്ളിൽ ജനറൽ ബോഡി വിളിച്ചു കൂട്ടണമെന്ന്. ഇത് ബോർഡ് ഓഫ് മാനേജ്മെൻ്റ് ആണ് ചെയ്യേണ്ടത്. അവരിത് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ രജിസ്ട്രാറോ അല്ലെങ്കിൽ അദ്ദേഹം ഓതറൈസ് ചെയ്തിരിക്കുന്നയാളോ ഈ ജനറൽ ബോഡി വിളിച്ചു കൂട്ടുകയും അതിൻ്റെ എക്സ്പെൻസസ് സൊസൈറ്റി തന്നെ വഹിക്കുകയും വേണം. ഇത് നടത്തേണ്ടത് ഈ ഫിനാൻഷ്യൽ സബ്സെക്ഷൻ 1 നമ്മൾ പറയുന്നുണ്ട് ഫിനാൻഷ്യൽ ഇയർ ക്ലോസ് ചെയ്ത് 6 മാസത്തിനുള്ളിൽ വിളിക്കണമെന്ന്. ഈ 6 മാസം കഴിഞ്ഞിട്ടുള്ള 90 ദിവസത്തിനുള്ളിലാണ് രജിസ്ട്രാറോ അല്ലെങ്കിൽ രജിസ്ട്രാർ ഓർഡർ ചെയ്തിരിക്കുന്ന ആളോ ഈ ജനറൽ ബോഡി വിളിച്ച് കൂട്ടേണ്ടത്. നെക്സ്റ്റ് സെക്ഷൻ 29 സബ്സെക്ഷൻ 4. Members of the board who, in the opinion of the registrar, were responsible for not convening the annual general meeting within the stipulated period shall be disqualified for one term for being elected as committee members and to continue as members of a society in addition to being liable for any other provisions under this act. ജനറൽ ബോഡി വിളിച്ചു കൂട്ടിയില്ല എങ്കിലുള്ള കോൺസിക്വൻസിനെ കുറിച്ച് പറയുന്നതാണ് സെക്ഷൻ 29 സബ്സെക്ഷൻ 4. ഇവിടെ പറയുന്നു, രജിസ്ട്രാറുടെ അഭിപ്രായത്തിൽ
നിശ്ചിത കാലയളവിനുള്ളിൽ, അതായത് ഒരു ഫിനാൻഷ്യൽ ഇയർ കഴിഞ്ഞ് 6 മാസത്തിനുള്ളിൽ ഈ ആനുവൽ ജനറൽ ബോഡി വിളിച്ചു കൂട്ടാത്തതിന് ഉത്തരവാദികളായ ബോർഡ് അംഗങ്ങളെ, മാനേജിംഗ് കമ്മിറ്റി ആണല്ലോ അത് വിളിച്ചു കൂട്ടുന്നത്, ആ ബോർഡ് അംഗങ്ങളെ കമ്മിറ്റി അംഗങ്ങളായി തിരഞ്ഞെടുക്കപ്പെടുന്നതിനും ഈ നിയമപ്രകാരമുള്ള മറ്റ് വ്യവസ്ഥകൾക്ക് ബാധ്യസ്ഥരായിരിക്കുന്നതിനും പുറമേ ഒരു സൊസൈറ്റിയിൽ അംഗങ്ങളായി തുടരുന്നതിനും ഒരു ടേമിലേക്ക് അയോഗ്യരാക്കുന്ന അവസ്ഥയും വരും. നെക്സ്റ്റ്, പ്രൊവൈഡഡ് ദാറ്റ് ദ രജിസ്ട്രാർ ഷാൾ ബിഫോർ പാസിംഗ് ഓർഡർ അണ്ടർ ദിസ് സബ്സെക്ഷൻ afford a reasonable opportunity of being heard to each such person who in his opinion were responsible for not convening the annual general meeting within the specified period. അതായത് നിർദ്ദിഷ്ട കാലയളവിനുള്ളിൽ വാർഷിക പൊതുയോഗം വിളിച്ചു കൂട്ടാത്തതിന് ഉത്തരവാദികളാണെന്ന് കരുതുന്ന ഓരോ വ്യക്തിക്കും അവരുടെ വാദം കേൾക്കാൻ ന്യായമായ അവസരം രജിസ്ട്രാർ കൊടുക്കേണ്ടതാണ്. അതായത് വാർഷിക പൊതുയോഗം എന്തുകൊണ്ട് നടത്തിയില്ല എന്നുള്ളതിൻ്റെ കാരണം ബോധിപ്പിക്കാനായിട്ട് ഈ കമ്മിറ്റി മെമ്പേഴ്സിന് അവസരം രജിസ്ട്രാർ കൊടുക്കേണ്ടതാണ്. നെക്സ്റ്റ്, സെക്ഷൻ 29 സബ്സെക്ഷൻ 5. എ നോട്ടീസ് ഓഫ് ദ ജനറൽ മീറ്റിംഗ് സ്റ്റേറ്റിംഗ് ദ പ്ലേസ്, date and hour of the meeting together with the agenda shall be given to every member as may be prescribed. അതായത് ജനറൽ ബോഡിയുടെ ഒരു നോട്ടീസ് യോഗത്തിൻ്റെ സ്ഥലം, തീയതി, സമയം എന്നിവ അജണ്ടയോടൊപ്പം നിർദ്ദേശിച്ചിരിക്കുന്നത് പോലെ ഓരോ അംഗത്തിനും നൽകേണ്ടതാണ്. നെക്സ്റ്റ്, ബുള്ളറ്റ് പോയിൻറ്റ്സ് നോക്കാം. Section 29 subsection 2. Registrar or person deputed by him and Director of Cooperative Audit or deputed person right to attend committee and general body meeting. Section 29 subsection 3. If board fails to convene annual general body meeting within time as per section 29 subsection 1, registrar or authorized person can convene annual general body meeting within 90 days. Expenses is to be borne by the society. Section 29 subsection 4. Board members responsible for not convening annual general body meeting within time. Next, disqualified for one term from being elected as committee members, cannot continue as members of society, liable for other provisions of the Act. Registrar must give reasonable opportunity of being heard before disqualification. Next, section 29 subsection 5. Notice of annual general body meeting must state place, date, hour and agenda given to every member as prescribed. ഇനി കഴിഞ്ഞ ക്ലാസ്സിലെ ക്വസ്റ്റ്യൻ്റെ ആൻസേഴ്സ് പറയാം. ക്വസ്റ്റ്യൻ നമ്പർ 1. ഡാഷ് ഈസ് ദ ലാർജസ്റ്റ് റിവർ ഇൻ കേരള? ആൻസർ പെരിയാർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, മീനിങ് ഓഫ് ഇൻറ്റഗ്രിറ്റി? ആൻസർ ഓണസ്റ്റി, സത്യസന്ധത. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, 12:8,271 and 15:dash. Answer is 5,733. എങ്ങനെ കിട്ടി? ഇവിടെ 12ൻ്റെ ക്യൂബാണ് 1728. അതിനെ തിരിച്ചിട്ടു, 1നെ ലാസ്റ്റും 8നെ ഫസ്റ്റും ഇട്ടപ്പോൾ 8271. അതുപോലെ 15ൻ്റെ ക്യൂബാണ് 3375. അതിനെ തിരിച്ചിട്ടപ്പോൾ 5733 എന്ന് കിട്ടി. Now your turn to answer. Question number 1. Who was the guru of the Advaita philosopher Adi Shankara? Next question, meaning of primitive.
Next question, find the odd one. Leave your answer in the comment box and stay tuned for the next episode. Thank you.